വാ സൂര്യ. വാ സൂര്യ. വിടൂ. ഞാൻ പറഞ്ഞില്ലേ സൂര്യ, ഈ ഗസ്റ്റ് ഹൗസിൽ വേറെ ആരുമില്ലെന്ന്. ഷീലേച്ചിയും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് മാറി തന്നതാ. നമുക്കിടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കാം. ഇനി ഷീലേച്ചെന്നല്ല, ആരും നമുക്കിടയിലേക്ക് വരില്ല. ആരും നമുക്കിടയിലേക്ക് ഇനി ആരും വരില്ലല്ലേ? ഇല്ല സൂര്യ. രണ്ടുപേർ പ്രണയിക്കുമ്പോ അതിലേക്ക് മൂന്നാമതൊരാൾ വരാൻ പാടില്ല കാർത്തികേ. അത് ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്. അതെ സൂര്യ, എല്ലാം ഒഴിവായി പോയി സൂര്യ. നമുക്കിനി പ്രണയിക്കാം, മതി വരുവോളം. വസന്തം ചെറി മരങ്ങളോട് ചെയ്യുന്നത് നീ എന്നോട് ചെയ്യ് സൂര്യ. ഞാനതൊരിക്കലും ആഗ്രഹിച്ചതല്ല കാർത്തികേ. എന്റെ ദേവുവിനൊപ്പം സമാധാനമായി ജീവിക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതിനിടയിലേക്ക് നീ വന്നു. പലവട്ടം ഒഴിവാക്കി വിട്ടു ഞാൻ നിന്നെ. അപ്പോഴും നീ മടങ്ങി വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എന്നേക്കുമായി നിനക്കൊരു യാത്രാമൊഴി തരാൻ പോവാ ഞാൻ. ഞാൻ മരിക്കും നിന്നെ സ്നേഹിക്ക കാരണം. ചോരയിലും നീരിലും നിന്നെ ഞാൻ ഇങ്ങനെ സ്നേഹിക്ക കാരണം.
നീ പൊയ്ക്കോ കാർത്തികേ. സോറി സൂര്യ, നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ. നീ ഉറങ്ങിക്കോ സൂര്യ. കൊന്നു കളഞ്ഞേക്കാനാ കാർത്തികയും വിശ്വേട്ടനും പറഞ്ഞേക്കുന്നെ. കാർത്തികയോട് നീ ചെയ്തത് വെച്ച് നോക്കുമ്പോ നിന്നെ കൊല്ലേണ്ടത് തന്നെയാ. പക്ഷേ നിനക്ക് ഞാനൊരു ചാൻസ് തരാം. 1 and only ചാൻസ്. നിനക്ക് ജീവിക്കാം സുഖമായിട്ട്, സന്തോഷമായിട്ട്. നിന്നെ ശല്യപ്പെടുത്താൻ ഞാനോ കാർത്തികയോ ആരും വരില്ല. അതുപോലെ നീയും ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത്. സമ്മതമാണോ? നിനക്ക് സംസാരിക്കാൻ വയ്യല്ലോ. ഇത് ഞാനങ്ങ് ഇളക്കി മാറ്റാം. അലറി വിളിച്ച നിന്റെ മച്ചമ്പി വന്ന് രക്ഷിച്ചു കളയുന്നൊന്നും നീ കരുതണ്ട. ഇവിടെ കുറെ കളർ ഫിഷുകളല്ലാതെ വേറൊരു മനുഷ്യജീവൻ പോലുമില്ല. നിന്റെ വോക്കൽ കോഡ് അടിച്ചു പോവുന്നല്ലാതെ വേറെ യാതൊരു ഗുണവുമില്ല. പിന്നെ ഇങ്ങോട്ടുള്ള ട്രിപ്പിനിടയില് നീ നല്ല മയക്കത്തിലായിരുന്നതുകൊണ്ട് വന്ന വഴിയും നിനക്ക് മിസ്സായിപ്പോയി. നീ വിഷമിക്കണ്ട കേട്ടോ. നിന്നെ ഭംഗിയുള്ളൊരു കുന്നിൻ ചെരുവിലെ കുഴിച്ചിടും. മലയടിവാരത്തെ ചുറ്റി പാദസരം പോലെ പുഴയൊഴുകി വരുന്ന ലാൻഡ്സ്കേപ്പില്. എന്തോടി ചൊറയണേ, ഇതുവരെ അവസാനിച്ചില്ലേ? ഇപ്പോഴേ എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുട്ബോൾ പോലെ വേണേ തൊട്ടിക്കളിക്കാം, തോല വേണേ വെള്ളത്തിൽ മുക്കിപ്പിടിക്കാം. അതും അല്ലാതെ രസമുള്ള വേറൊരു ഗെയിമുണ്ട്. നല്ല തണ്ടും തടിയും ചോരത്തിളപ്പമുള്ള കുറെ പിള്ളേരെ ഇവിടെ കാവല് നിപ്പുണ്ട്. നിനക്ക് ചില ഗുണപാഠ കഥകളൊക്കെ പറഞ്ഞു തരാൻ ഏൽപ്പിച്ചിട്ട് ചുമ്മാ ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വന്നാ മതി. കേട്ടോടി? നീ പഠിച്ച ഗുണപാഠ കഥകളിലൊന്നും എനിക്ക് താല്പര്യമില്ല ശീലേ. കൂടെയുള്ള പിള്ളേർക്ക് ചോരത്തിളപ്പ് കൂടുതലാണെങ്കിൽ സ്വർണ്ണക്കടത്തിനിടയിൽ നീ പഠിച്ച പാഠങ്ങള് നീ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്ക്. എന്താടി പറഞ്ഞത്? കണ്ടോടി, ഇതൊരു ടെസ്റ്റ് ഡോസാ. ഏത് പൊട്ടിയാ നിന്നെ രക്ഷിക്കാൻ വരുന്നെന്ന് കാണാൻ. വിളിക്കടി. പൊതുവെ വയലൻസ് തീരെ ഇഷ്ടപ്പെടുന്നവളല്ല ഞാൻ. സ്നേഹിക്കാനാ എനിക്കിഷ്ടം. പക്ഷേ നീയായിട്ട് എന്റെ ടെമ്പർ തെറ്റിക്കരുത്. നമുക്ക് ഈ ഇടിപ്പടവും ഗുണ്ടാ സെറ്റപ്പ് ഒന്നും വേണ്ട മോളെ. നമുക്ക് സ്നേഹത്തിൽ സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി പിരിയാം.
എന്ത് ധാരണ? ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോകട്ടെ. കാർത്തികയും സൂര്യനും ഒന്നിച്ച് ജീവിക്കട്ടെ. നീ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്ക്. എന്താ സമ്മതമല്ലേ? പറയടി. സമ്മതമാണ്. എന്താ പറഞ്ഞത്? സൂര്യനാരായണനെ കാർത്തികയ്ക്ക് വിട്ടുകൊടുക്കാൻ ദേവുവിന് സമ്മതമാണെന്ന്. സൂര്യനെ എന്നേക്കുമായി ദൈവം മറക്കാം. സത്യമാണോ നീ പറഞ്ഞത്? സത്യം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ എന്താണെങ്കിലും നീ പറഞ്ഞോ. പണമോ സ്വർണമോ ഭൂമിയോ അതെത്രയാണെന്ന് വെച്ചാലും പറഞ്ഞോ. ഈ ഷീല ലൂയിസിനെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. എങ്കിൽ സൂര്യചന്ദ്രന്മാർ അസ്തമിക്കണം. ഭൂമി അതിന്റെ ഭ്രമണം അവസാനിപ്പിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ താളം നിലയ്ക്കണം. ഷീല ലൂയിസിന് സാധിക്കാത്തതായി ഒന്നുമില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞ്? നീ സാധിപ്പിക്ക. ദേവു സൂര്യനെ മറക്കുന്നതിനേക്കാളും എളുപ്പം അത്. മരിച്ചാൽ പോലും ഞാൻ എന്റെ സൂര്യനെ വിട്ടുകൊടുക്കില്ല. ശങ്കർ, യെസ് മാഡം. പച്ചവെള്ളം കൊടുത്തു പോകരുത് ഉന്നോര മോൾക്ക്. സൂര്യനെ മറന്നേക്കാവെന്ന് പറയുന്നത് ഇവളുടെ നാവീന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഷീലേ, നീ പറഞ്ഞല്ലോ ഞാൻ വിളിച്ച കേൾക്കാൻ ആരുമില്ല, സഹായത്തിന് ആരും ഓടി വരില്ലെന്ന്. ഓരോ തവണ സൂര്യേട്ടനിൽ നിന്ന് ഞാൻ അകന്നപ്പോഴും വീണ്ടും കൂട്ടി യോജിപ്പിച്ചതും ദേവുവിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതുമൊക്കെ ഒറ്റ ഒരാളാ. ആരടി നിന്റെ ആ മറ്റവൻ? നിത്യവും ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൈവം. നിനക്ക് അന്തിത്തുണയാവൻ തലയിലും മുണ്ടിട്ട് വരുന്ന വിശ്വനാഥൻ എന്ന പൊളിറ്റിക്കൽ ഫ്രോഡിന്റെ തോളിൽ മാറാപ്പ് കയറ്റിയതും കാർത്തിക എന്ന വിഷസർപ്പത്തിന്റെ കടിയേൽക്കാതെ ഓരോ രാത്രിയും കാത്തുവെച്ചതും അദ്ദേഹം ഒറ്റ ഒരാളാടി. അദ്ദേഹം ഇടപെടും ഷീലേ, ഉറപ്പായിട്ടും ഇടപെടും. എന്നാലേ എനിക്കതൊന്ന് കാണണം. നീ എന്റെ ദേവുന് എന്താ ചെയ്തേ? ദേവു, 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 ദേവു. നീ തൽക്കാലം സുഖമായി ഉറങ്ങിക്കോ സൂര്യ. ദേവുനെ മറക്കുന്നത് വരെ. ഉറങ്ങിക്കോ സൂര്യ, ഉറങ്ങിക്കോ.
ഉം. രാജാവിനെ രക്ഷിക്കണമെങ്കിൽ റാണിയെ ബലി കൊടുക്കേണ്ടി വരും. എന്നാലും കളി അധികം നീളില്ല. ഹരിയേട്ടാ, കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പെൺമക്കളുള്ള അമ്മമാരുടെ കുഴപ്പമായത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റണില്ലല്ലോ. ദേവുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഹരിയേട്ടാ. അവര് ട്രാവൽ ചെയ്യാല്ലേ ലളിതേ. മൊബൈലിന്റെ ചാർജ് വല്ലതും തീർന്നു കാണും. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്നും ഇന്നലെയൊക്കെ ഇത് തന്നെ അവസ്ഥ. എന്താ പറയണത്? സ്വിച്ച് ഓഫ് ആണ്. ഇത്രയും ദിവസം ചാർജ് തീർന്ന് കിടക്കുവോ? നീ ആ സൂര്യനൊന്ന് വിളിച്ചു നോക്ക്. സൂര്യനെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ. രണ്ടും നീ തന്നെ പറയാ. നാശം പിടിച്ച ഈ തള്ള എന്തിനാ സൂര്യന്റെ ഫോണിൽ വിളിക്കുന്നത്? എടുക്കണോ? ദേവൂനെ അവരെ വിളിച്ചിട്ടുണ്ടാവും. സൂര്യൻ കൂടി എടുക്കാതെ വന്ന സംശയാവും. ആ അമ്മേ. മോളെ, എന്താ അമ്മേ? നിങ്ങളിപ്പോ എവിടെയാ? എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു? പൊന്മുടിയില്ല അമ്മേ. എന്റെ മൊബൈല് വരുന്ന വഴിക്ക് താഴെ വീണു. അതിന്റെ ഡിസ്പ്ലേ പോയിരിക്കുക. ആരെ വിളിച്ചാലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. നിന്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നേ? ഇവിടെ നല്ല തണുപ്പാണമ്മേ. കോൾഡ് പിടിച്ചു. രണ്ടാൾക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. Don't be panic. We are safe. എന്ന് വെച്ചോട്ടെ അമ്മേ. മോളുടെ ശബ്ദം കേട്ടപ്പോ സമാധാനായില്ലേ? ഹരിയേട്ടാ, എന്തേ? എന്നോട് സംസാരിച്ചത് ദേവു അല്ല. പിന്നെ കാർത്തിക. കാർത്തികയോ? എടോ, അല്ലെങ്കിൽ തന്നെ എന്നെപ്പറ്റി പരാതിയുണ്ട്. തമ്പുരാൻ മടവും തന്റെ ദേവിക്കുഞ്ഞുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഞാൻ ഓവറായിട്ട് താല്പര്യം എടുക്കുന്നുവെന്ന്. വേറെ ആരും സഹായത്തിനില്ലാത്തോണ്ടാ മേഡം ഞാൻ. ശരി ശരി, ഈ ഒരു തവണ മാത്രം. പിന്നെ ഇതുപോലത്തെ കേസും പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ വന്നേക്കരുത്. ശരി മേഡം. ദേവുവിന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സൂര്യന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അങ്ങ് കന്യാകുമാരി ഏരിയയിലാ. എന്നുവെച്ചാൽ
കണ്ടോടി നിന്റെ തിളപ്പിന്. നീ നേരത്തെ പറഞ്ഞില്ലേ ഒരു രക്ഷകൻ അവതരിക്കൂന്ന്. വിശ്വേട്ടന്റെ തോളിൽ മാറാപ്പ് കയറ്റിയ കാർത്തികയിൽ നിന്ന് സൂര്യനെ അകറ്റിയ രക്ഷകൻ. ഹ്, അയാള് തന്നെയാടി ഇപ്പൊ കാർത്തികയും സൂര്യനെയും തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കുന്നത്. അതോ അയാൾ ഇനി ആകാശത്തുനിന്ന് മഞ്ഞ പൊഴിക്കുമെന്ന പ്രതീക്ഷയിലാണോ നീ ഇവിടെ പട്ടിണി കിടക്കുന്നത്? എടി കൊച്ചേ, നിന്നോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ആലോചിച്ചു നോക്കുമ്പോ നിന്റെ ഭാഗത്ത് തന്നെയാ ന്യായം. പക്ഷെ എന്തു ചെയ്യാനാ, നീ കളിക്കുന്നത് ഷീലയുടെ എതിർക്കോട്ടിലായിപ്പോയി. കളിക്കാൻ ഇറങ്ങിയ പിന്നെ ഷീല ജയിച്ചേ തിരിച്ചു കയറും. അങ്ങനെ ശീലിച്ചു പോയി. നീ ജയിക്കത്തില്ല മോളെ.